UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് KN ബാലഗോപാൽ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിരുന്നത് 4000 കോടി രൂപ ഖജനാവിൽ നിക്ഷേപം മാറ്റിവെച്ചിട്ടാണ് ഈ സർക്കാർ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ കടത്തെ പറ്റി ചർച്ചയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു RTI ഫയൽ ചെയ്തതിന്റെ റിപ്പോർട്ട് നമ്മൾ കണ്ടു. അതിൽ 5429 കോടി രൂപ നിക്ഷേപമുണ്ടെന്ന് RTI പറയുന്നു. ഇപ്പോൾ നമ്മുടെ CPM-ന്റെ സമുന്നതനായ നേതാവ് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A റഹീം ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് 8793 കോടി രൂപയുടെ ചിലവ് താങ്ങാൻ ശേഷിയുള്ള ഒരു ഖജനാവിനെ നോക്കി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണ് പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവെന്ന് പറയാൻ കഴിയുന്നത് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു വെക്കുന്നത്, അവർ ആരോപിക്കുന്നത് പോലെ മുഖ്യമന്ത്രി കള്ളം പറയുന്നു എന്നൊക്കെയാണ്. ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന VD സതീശൻ കോൺഗ്രസിന്റെ സമുന്നതായ നേതാവ് AK ആന്റണിയെ കാണാൻ പോകുന്നത് മുതലാണ് ഈ ചർച്ചകൾ തുടങ്ങുന്നത്. കാരണം AK ആന്റണി സതീശനോട് കൊടുക്കുന്ന ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ ഖജനാവ് കാലിയാണ്, അതുകൊണ്ട് ആദ്യം തന്നെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ്. കാരണം UDF സർക്കാർ മുന്നോട്ട് വെച്ച 5 ഇന്ദിരാ ഗ്യാരണ്ടികളുണ്ട്. ആ 5 ഗ്യാരണ്ടികൾ പ്രധാനമായിട്ടുള്ളത് സ്ത്രീകളുടെ സൗജന്യ യാത്ര, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വർധനവ്, ഇത്തരം ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ലഭിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചാണ് അവർ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഈ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഒരു കരുതൽ വേണം, അല്ലെങ്കിൽ എൻ്റെ സർക്കാർ രാജിവെച്ചതുപോലെ രാജിവെക്കേണ്ടി വരുമെന്നുള്ള ഒരു ഉപദേശമാണ് കേന്ദ്രം കൊടുത്തത്. ആ സമയത്താണ് ബാലഗോപാൽ പറഞ്ഞത് 4000 കോടി ബാക്കി വെച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന സംശയമാണ്. ഇത്രയും ജനപ്രിയ പദ്ധതികൾ വരുന്നു. ഇപ്പോൾ KSRTC-യിൽ സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു കരുതൽ എന്ന നിലയിൽ ഒരു ഉപദേശം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. അതെ, അത് തീർച്ചയായിട്ടും. കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും മാസാമാസമുള്ള കടമെടുപ്പും എല്ലാം ഒരു വാർത്തയല്ലാതായിരിക്കുന്ന ഒരു സമയത്താണ് AK ആന്റണി ഉപദേശിക്കുന്നത്. പക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ആ വിവരാവകാശ രേഖ പുറത്തു വരുമ്പോഴാണ് ബാലഗോപാൽ പറഞ്ഞത് ശരിയാണെന്നും ബാലഗോപാൽ പറഞ്ഞതിനേക്കാൾ 1500ഓളം കോടി രൂപ കൂടുതലുണ്ടെന്നും ആ വിവരാവകാശ രേഖയാണ് തെളിയിക്കുന്നത്. അപ്പോൾ പ്രധാനമായി പൂച്ച വെട്ടിക്കിടക്കുന്ന ഖജനാവ് എന്ന് പറയുന്ന UDF ആരോപണം പൊളിയുകയാണ് ചെയ്തതെന്ന് തന്നെ പറയാം. അത് CPM പറയുന്നത് പോലെ അത് പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെക്കുറിച്ച് ഒരു ധവളപത്രം പുറപ്പെടുവിക്കുമെന്ന്. ആ ധവളപത്രം പുറപ്പെടുവിച്ച് അത് വരുമ്പോൾ മാത്രമാണ് അതിൽ വ്യക്തത വരും. സംസ്ഥാനത്തിന്റെ വരുമാനം എത്രയാണ്, അതുപോലെ കടം എത്രയാണ്, ഈ രീതിയിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഈ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി എങ്ങനെ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റും, അതിന്റെ സാമ്പത്തിക സ്ഥിതി സംസ്ഥാന സർക്കാരിനുണ്ടോ എന്നുള്ളത് ആ ധവളപത്രത്തിലൂടെ വ്യക്തമാവുകയുള്ളൂ. അതിനൊരു സമിതിയെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ധവളപത്രം വരും. കാരണം അടുത്ത മാസം ആദ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് VD സതീശൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ധവളപത്രം വരും. അതിൽ വളരെ വ്യക്തമായി ഇതിന്റെ കണക്കുകൾ അനുസരിച്ച് പുറത്തു വരുന്നതാണ്. ഇപ്പോൾ ഒരു സ്വാഭാവികമായ സംശയമുണ്ടല്ലോ, അപ്പൊ ഇത്രയും പണമുണ്ട് കേരളത്തിൽ, അപ്പോൾ കടമില്ലേ? ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് പോലും കോടികളുടെ കടമാണ് കേരളത്തിൽ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇൻവാലിഡേറ്റ് ചെയ്യുന്നത് പോലെയാണ് ഈ പറഞ്ഞ ഇടതുപക്ഷ നേതാക്കൾ പറയുന്നത്, ഞങ്ങൾക്ക് കടമില്ല, ഇത്രയും പണമുണ്ട് എന്ന് പറയുന്നത്. പക്ഷെ തെറ്റല്ലേ? അല്ല, തീർച്ചയായിട്ടും തെറ്റായ ഒരു കാര്യമാണ്. CPM പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇടത് നേതാക്കൾ പറയും പോലെ സംസ്ഥാനത്തിന് കടമില്ലാത്തൊരു സംസ്ഥാനമല്ല കേരളം. കടം വാങ്ങിച്ച് തന്നെയാണ് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ബാക്കി നീക്കിയിരിപ്പ് തന്നെ നമ്മുടെ റവന്യൂ വരുമാനവും തൊട്ടു മുന്നേ വാങ്ങിയ കടത്തിന്റെ ബാക്കിയായിരിക്കും ഈ ഇരിക്കുന്ന ഖജനാവിലുള്ള പണം എന്ന് പറയുന്നത്. പിന്നെ ഈ ഖജനാവിലെ കടം മാത്രമല്ല, സംസ്ഥാന സർക്കാർ നേരിട്ട് വാങ്ങിയ കടം മാത്രമല്ല, കിഫ്ബി എന്ന് പറഞ്ഞൊരു വെള്ളാനെ വാങ്ങിക്കൂട്ടിയ കടങ്ങള് സംസ്ഥാന സർക്കാരിന്റെ തലയ്ക്ക് മുകളിൽ വാളായി തൂങ്ങിക്കിടപ്പുണ്ട്. അത് ഖജനാവുമായിട്ട് ബന്ധമുള്ളതല്ല. അല്ല, അത് സംസ്ഥാന സർക്കാർ, അതായത് കിഫ്ബി രൂപീകരിച്ച സമയത്ത് സംസ്ഥാനത്ത്, അതായത് അന്ന് ഭരിച്ചിരുന്ന പിണറായി സർക്കാർ പറഞ്ഞിരുന്നത് കിഫ്ബിയിലെ കടമെടുപ്പ് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. അതായത് ബഡ്ജറ്റിലോ സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പിലോ വരില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ തിരിച്ചടവ് കൃത്യമായി ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ്. അത് അന്നത്തെ CAG അതിനെ എതിർക്കുകയും കൃത്യമായി പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബാധ്യത തന്നെയാണെന്നും ഇത് ഭാവിയിലേക്ക് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയെ ബാധിക്കുന്ന ഒന്നാണെന്ന് CAG വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ എന്താണ്, മോട്ടോർ വാഹന നികുതിയിൽ നിന്നും ഇന്ധന സെസ്സിൽ നിന്നും വർഷം 3500 കോടി രൂപയാണ് സംസ്ഥാനത്ത് കിഫ്ബിക്ക് വരുന്നത്. കിഫ്ബി കടമെടുത്തിട്ടുള്ളതിന്റെ 2031 വരെ നമുക്കത് തിരിച്ചടയ്ക്കാൻ 16,500 കോടി രൂപ കണ്ടെത്തേണ്ട സംസ്ഥാനമാണിത്. അതുകൊണ്ട് തന്നെ കിഫ്ബി എന്ന് പറയുന്ന ഒരു വെള്ളാന ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അതിന്റെ ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ടാവും. കൃത്യമായി അതിന്റെ തിരിച്ചടവ് ഉറപ്പാക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ മേടിച്ചു കഴിഞ്ഞ സമയമാണ്. ഇനി ഈ UDF സർക്കാരിന്റെ സമയത്താണ് അത് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത്. ഇപ്പൊ 2031 UDF സർക്കാർ കഴിയുന്നത് വരെ
അത് തിരിച്ചടയ്ക്കാൻ 16,500 കോടി രൂപ സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണം. നമുക്ക് ആകെ 3,500 കോടി രൂപയാണ് ഒരു വർഷം സെസ്സിലൂടെയും മറ്റും നമുക്ക് കിഫ്ബിക്ക് കിട്ടുന്ന വരുമാനം. ബാക്കി പൈസ സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. അപ്പൊ അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ കൃത്യമായി ബാധിക്കുന്ന ഒന്നായി മാറുമെന്ന് ഉറപ്പാണ്. അതെ, ഇപ്പൊ ഈ കിഫ്ബി വഴി വെച്ച കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ എടുത്തു നോക്കിയാലും അതിൽ നിന്ന് കാര്യമായ വരുമാനമില്ല. അങ്ങോട്ടൊരു ചെലവുണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വരുമാനം വരുന്നില്ല. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്നതും വലിയൊരു ബാധ്യതയായി തന്നെ ഇതിന്റെ മുകളിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ സ്കൂൾ കെട്ടിടങ്ങൾ, അത് പണിയുണ്ടാകുന്നല്ല, സ്കൂൾ കെട്ടിടങ്ങൾ അത്യാവശ്യം കാര്യമാണ്. ആശുപത്രി കെട്ടിടങ്ങളുടെ വികസനം, പാലങ്ങൾ, ഇതൊന്നും ടോളുകയോ 1 രൂപ പോലും തിരിച്ച് വരുമാനം വരുന്നതല്ല. നമ്മുടെ ഒരു നാടിന്റെ ഒരു നിക്ഷേപമായിട്ട് ചെയ്താണ്. പിന്നെ കിഫ്ബിയുടെ ഒരു പ്രവർത്തന മികവിലും വലിയ ഇതുണ്ട്. കാരണം 8,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കിഫ്ബി അംഗീകാരം കൊടുത്തത്, പ്രവൃത്തി നിർമ്മാണങ്ങൾക്കും മറ്റുമായിട്ട്. ആകെ 2,200 കോടി രൂപയുടെ പദ്ധതി മാത്രമേ നടപ്പാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ഘട്ടത്തിലുള്ളൂ. അപ്പൊ അത് തന്നെ അതിന്റെ പ്രവർത്തന മികവിൽ തന്നെ വലിയ ചോദ്യം നിൽക്കുന്ന ഒരു സംഭവമായാണ് കിഫ്ബി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുതിയ സർക്കാർ വരുമ്പോൾ കിഫ്ബിയോടുള്ള സമീപനം അത് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. കാരണം കിഫ്ബി ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? ഈ കിഫ്ബി എന്ന സംവിധാനത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന ഒരാളാണ് വി.ഡി. സതീശൻ. കൃത്യമായി സാമ്പത്തിക ശാസ്ത്രം നന്നായി അറിയാവുന്ന, അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൃത്യമായ ധാരണയുള്ളതാണ്. അപ്പൊ കിഫ്ബിയെ എങ്ങനെ ഉടച്ചു വാർക്കും, അല്ലെങ്കിൽ കിഫ്ബിയിലെ ഇനി തുടർന്ന് ഇപ്പൊ അതിന്റെ ഇതിന്റെ പ്രവർത്തന മികവ് വരുത്താനാണോ, അതോ ഇതിനൊരു മറ്റൊരു സംവിധാനം കൊണ്ടുവരുമോ? ഇതെന്താണ് മുഖ്യമന്ത്രിയുടെ മനസ്സിലുള്ളതെന്ന് വലിയ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം അതിന്റെ ചെയർമാൻ അടക്കം രാജിവെച്ച് പോയിട്ടുണ്ട്. അപ്പൊ ഇനി പുതിയ സാരഥിയെ കൊണ്ടുവരണം, അതിന്റെ സംസ്ഥാന സർക്കാരിന്റെ UDF നയത്തിനോട് യോജിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു വലിയ കടമ്പ തന്നെ ഉണ്ട്. അതെ, ഇപ്പൊ ഈ കിഫ്ബി അല്ലാതെ മറ്റ് പദ്ധതികൾ എന്തെങ്കിലും ഇതുപോലെ ഖജനാവിൽ പ്രതിഫലിക്കാത്ത മറ്റ് ചെലവുകൾ സംസ്ഥാനത്തുണ്ടോ? അല്ല, ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ, അതായത് പിണറായി സർക്കാരിന്റെ സമയത്ത് എല്ലാ പദ്ധതികളും കൂടുതലും നടപ്പിലാക്കിയിരിക്കുന്നത് കിഫ്ബി വഴി തന്നെയാണ്. ഇവ സ്ഥലം ഏറ്റെടുപ്പ് പോലും കിഫ്ബി വഴിയാണ് നടപ്പിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ കിഫ്ബി വഴിയാണ് സംസ്ഥാന സർക്കാരിന്റെ പരസ്യങ്ങൾ കൊടുത്തിരുന്നത്. സംസ്ഥാനത്തിന്റെ പ്രവർത്തന മികവെന്നുള്ള രീതിയിൽ കോടികളാണ് പരസ്യത്തിന് വേണ്ടി മാത്രം ചെലവാക്കിയിരിക്കുന്നത്. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിപ്പോ നാഷണൽ ഹൈവേക്ക് സ്ഥലം ഏറ്റെടുപ്പ്, അങ്ങനെയുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ, PWD നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതെല്ലാമാണ് സംസ്ഥാന ബഡ്ജറ്റിൽ പോരുന്നത്. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എല്ലാം കിഫ്ബി വഴിയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ ബാധ്യത വലിയ ബാധ്യതയാണ്. അത് ഈ ധവളപത്രത്തിൽ നമുക്ക് വളരെ വ്യക്തമായി വരും. കാരണം ഓഡിറ്റിംഗിന്റെ പരിധിയിൽ കിഫ്ബിയെ ഉൾപ്പെടുത്താത്തതിൽ കേന്ദ്ര സർക്കാർ തന്നെ വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ധവളപത്രം ഇറക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വരുമ്പോൾ കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് അത് എത്രത്തോളം ആയിരുന്നു, അതിന്റെ കടമെടുപ്പിന്റെ കാര്യവും പ്രത്യേകം പറയാണ്. കാരണം 9.2% പലിശ നിരക്ക് കൊടുത്താണ് പുറത്തു നിന്ന് പണം കടമെടുക്കുന്നത്. അതിലും കുറഞ്ഞ നിരക്കിൽ ആഭ്യന്തര വിപണിയിൽ നിന്ന് നമുക്ക് കടമെടുക്കാൻ കഴിയും. ആ സമയത്താണ് നമ്മൾ മസാല ബോണ്ട് ഇറക്കുകയും ആ രീതിയിൽ പുറത്തു നിന്ന് ഉയർന്ന നിരക്കിൽ പലിശയ്ക്ക് വായ്പ എടുത്തേക്കുന്നത്. ഇതിന്റെ എല്ലാം ബാധ്യത എത്രയാണ് എന്നാണ് ഇനി അറിയേണ്ടത്. അതെ, അതുപോലെ തന്നെ ഈ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയെ പറ്റിയാണ്. അപ്പോൾ ഈ ഖജനാവിൽ നിന്ന് തന്നെ ഈ പണം എടുത്ത് കൊടുക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും KSRTCയും അതുപോലെ തന്നെ ഖജനാവും വെട്ടിലാകുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് കൃത്യമായ ഒരു എഞ്ചിനീയറിംഗ് അതിൽ പോസിബിൾ അല്ലേ? അല്ല, ഇത് നമ്മൾ KSRTC എന്ന് പറയുന്നത് നഷ്ടത്തിൽ ഓടുന്ന ഒരു കോർപ്പറേഷനാണ്. എല്ലാ മാസാമാസം 100 കോടി 125 കോടി രൂപ വരെ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് കോർപ്പറേഷൻ അങ്ങോട്ട് കൊടുത്താൽ റൺ ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അതിന്റെ ടിക്കറ്റ് വരുമാനം കൊണ്ട് മാത്രം അത് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമല്ല. ഈ സംസ്ഥാന സർക്കാർ ഈ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ഇതിന്റെ ശമ്പളം കൃത്യം എല്ലാ മാസവും 1-ാം തീയതി കൊടുക്കുന്നത്, അതുപോലെ പെൻഷൻ കൊടുക്കുന്നതെല്ലാം ഇതിൽ നിന്നാണ്. നമ്മുടെ സ്ത്രീകൾ സൗജന്യ യാത്ര പ്രഖ്യാപിക്കുമ്പോൾ ആ വരുമാനത്തിൽ വീണ്ടും കുറവ് വരികയാണ്. അപ്പൊ അത് നികത്തേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് തന്നെ വരും. ആ ബാധ്യതയാണ് എല്ലാവരും പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകുന്ന വലിയ ബാധ്യത. ചെറിയ ബാധ്യതയല്ല, വലിയ ഒരു ബാധ്യത വരും. അതിന്റെ ഒരു കണക്കുകൾ വരുമ്പോൾ ഏകദേശം 60-70 കോടി രൂപ എക്സ്ട്രാ കണ്ടെത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് കോർപ്പറേഷൻ വരും. അതാണ് ഈ നഷ്ടങ്ങൾ എന്ന് പറയുന്നത്. ജനപ്രിയ പ്രഖ്യാപനങ്ങളും ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കുമ്പോൾ ഖജനാവിൽ നിന്ന് പണം ചെലവാക്കണമെന്നേ. അതിനെന്താ കുഴപ്പം? ജനങ്ങൾക്ക് കൊടുക്കണ്ടേ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? അത് അത്രയും പ്രതീക്ഷയോടെയാണ് ഒരു 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനെ മാറ്റി 102 സീറ്റിന്റെ ഭൂരിപക്ഷം കൊടുത്ത് UDF അധികാരത്തിൽ കൊണ്ടുവന്നത് ഞങ്ങൾ നിങ്ങളെ സേവിക്കുമെന്ന് പറഞ്ഞാട്ടാ. ജനങ്ങൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സതീശനുണ്ട്. ആദ്യത്തെ ദിവസത്തെ പ്രഖ്യാപനം തന്നെ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അത് വലിയ കയ്യടി കിട്ടിയ പ്രഖ്യാപനമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയതായിരുന്നു കേരളിന്റെ മഞ്ഞക്കുറ്റി എടുത്ത് ദൂരക്കളയാനും ഭൂമി ഏറ്റെടുത്ത വിജ്ഞാപനം റദ്ദാക്കാനും. ഈ 2 പ്രഖ്യാപനങ്ങൾ. അതുപോലെ തന്നെ 15-ാം തീയതി മുതൽ KSRTC നടപ്പാക്കുമെന്ന് പറയുന്നത് ജനങ്ങൾക്ക് സൗജന്യം കിട്ടണം.
അതിനാണ് സർക്കാരിന്റെ ഒരു സർക്കാരിനെ മാറ്റി പുതിയ സർക്കാരിനെ കൊണ്ടുവന്നത്. അതിനെന്താണ് ബദൽ എന്നുള്ളത് സർക്കാർ ആലോചിച്ച് തീരുമാനിക്കണം. അതെ, ഒന്ന് ആലോചിക്കുക. നമ്മളിപ്പോ ഈ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം യൂസ് ചെയ്യുന്നു, മെഡിക്കൽ കോളേജുകളിലും അതുപോലെ തന്നെ ജനറൽ ഹോസ്പിറ്റലിലും ഒക്കെ നമ്മൾ പോകുന്നുണ്ട്. സർക്കാർ ആശുപത്രികളിൽ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസ് 10 രൂപയോ 5 രൂപയോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ നമുക്ക് വരുമാനം ഇങ്ങോട്ട് ആ കിട്ടുന്ന 5 രൂപയോ 10 രൂപയോ അല്ല ഇതിന്റെ വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അതിൽ സൗജന്യം കൊടുക്കുക എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശം തന്നെയാണ്. അതാണ് ഇവർ ഈ കണ്ടില്ല എന്ന് നടിക്കുന്നത്. അതിൽ നിന്ന് വരുമാനം കിട്ടി അത് രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല സർക്കാരിന്റെ നയം എന്ന് പറയുന്നത്. ഇപ്പോൾ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത് സർക്കാരിനെ ജനപ്രിയമാക്കാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്കൊരു സേവനം ഉണ്ടാകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ്. അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക, അതിനെ വിമർശിക്കുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ജനങ്ങളെ തന്നെ വിട്ടിലാക്കുക എന്നുള്ളതാണ്. അതിനാണ് ഒരു മാറ്റം വരേണ്ടത് എന്നുള്ളതാണ്. അല്ലെ, തീർച്ചയായിട്ടും അതാണ് വരേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് നേരിട്ട് ഗുണം കിട്ടുന്ന പദ്ധതികൾ കൊണ്ടുവരിക. കാരണം നമ്മൾ ഇവിടുത്തെ ആരോഗ്യ സംവിധാനത്തെ നമ്മൾ എങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഇതൊരു സർവീസാണ്, ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു സർവീസാണ്. അത് മികച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതല്ലാതെ സർക്കാർ ജനങ്ങളോട് ചെയ്യുന്ന ഒരു ഔദാര്യമൊന്നുമല്ല. അത് ചെയ്യാനാണ് സർക്കാർ ജനങ്ങൾക്ക് വോട്ടിട്ട് ജയിപ്പിച്ച് മന്ത്രിയായി ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുത്ത് അവിടെ ഇരുത്തിക്കുന്നത്. അവരത് ചെയ്യണം. അത് ചെയ്യുന്നിട്ട് അല്ലെങ്കിൽ MM മണി പറഞ്ഞ പോലെ ഞങ്ങളുടെ ക്ഷേമ പെൻഷൻ വാങ്ങിച്ച് നക്കിയിട്ട് തിരിച്ചു വോട്ട് ചെയ്തു എന്ന് പറയുന്ന ചെറ്റ വർത്താനമല്ല പറയേണ്ടത്. ജനങ്ങൾ അതിനല്ല നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. അത് ഈ സതീശൻ സർക്കാർ കൃത്യമായി ചെയ്യും എന്നുള്ളൊരു സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.